നമസ്കാരം. വെൽക്കം ടു മാക്രോ എക്കണോമിക്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സബ് ടോപ്പിക് എല്ലാം നിങ്ങൾ പഠിച്ചില്ലേ? വർക്കുകളൊക്കെ എല്ലാവരും ചെയ്തല്ലോ? ഓക്കെ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ലാസ്റ്റ് ക്ലാസ്സിലെ GNP, GDP തുടങ്ങിയ നാഷണൽ ഇൻകം കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തു. ഓപ്പൺ ഇക്കോണമി, ക്ലോസ്ഡ് ഇക്കോണമി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ഗുഡ്, ഫൈനൽ ഗുഡ്. ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻകം കോൺസെപ്റ്റിലെ ബാക്കി ഭാഗങ്ങളാണ്. NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. എങ്ങനെയാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക? GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ NNP കിട്ടും. ഇപ്പൊ NNP കിട്ടണമെങ്കിൽ, അതായത് NNP നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ GNP മൈനസ് ഡിപ്രീസിയേഷൻ. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് തേയ്മാനം മൈനസ് ചെയ്താലേ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ലഭിക്കും. നെക്സ്റ്റ്, depreciation. What do you mean depreciation? Depreciation എന്ന് പറഞ്ഞാൽ എന്താ? തേയ്മാനം. കണ്ടിന്യൂസ് ആയിട്ടും ഫിക്സഡ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന മൂലം മെഷീനറിയിലെല്ലാം തേയ്മാനം സംഭവിക്കും. അതിന് പറയുന്നതാണ് വെയർ ആൻഡ് ടയർ. ഈ തേയ്മാനത്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓരോ വർഷവും ഫിക്സഡ് ക്യാപിറ്റൽ നിരന്തരം ഉപയോഗിക്കുന്നത് മൂലം അതിന് തേയ്മാന ചെലവ് ഉണ്ടാകുന്നു. ഈ തേയ്മാന ചെലവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വരുമാനം. അയാൾ ഏതെല്ലാം സോഴ്സിലൂടെ ഏൺ ചെയ്യുന്ന വരുമാനമാണ് അയാളുടെ പേഴ്സണൽ ഇൻകം. അതുപോലെ വേറെ കോൺസെപ്റ്റാണ് പ്രൈവറ്റ് ഇൻകം. പ്രൈവറ്റ് ഇൻകം ഇൻക്ലൂഡിങ് ഓൾ ഇൻകം ഏൺഡ് ഇൻ ഓൾ സോഴ്സസ്. ഏതെല്ലാം സോഴ്സിലൂടെ ലഭിക്കുന്ന വരുമാനം, അതായത് അതിലെ പലതരത്തിലുള്ള ഏണിങ്സ് ഉൾപ്പെടുന്നിട്ടുണ്ട്. ആ രാജ്യത്തും അതുപോലെ വിദേശത്തു നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ വരുമാനവും പ്രൈവറ്റ് ഇൻകത്തിൽ ഉൾപ്പെടുത്തും. നെക്സ്റ്റ്, ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വേച്ഛ പോലെ ഡിസ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെലവഴിക്കാനുള്ള വരുമാനമാണ് ഡിസ്പോസിബിൾ ഇൻകം. നമുക്ക് ലഭിച്ച വരുമാനം എല്ലാം തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെലവഴിക്കാൻ അർഹതയുണ്ടോ, അധികാരമുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിന്റെ ഒരു നിശ്ചയ ശതമാനം നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യണം. അപ്പൊ ടാക്സ് അടച്ചതിന് ശേഷമുള്ള ഒരു വ്യക്തിയുടെ വരുമാനമാണ് ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ ഡിസ്പോസിബിൾ ഇൻകം ലഭിക്കും. അപ്പോൾ പ്രൈവറ്റ് ഇൻകം, പേഴ്സണൽ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം, NNP. നോമിനൽ ഇൻകം, റിയൽ ഇൻകം. GNP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസിലും കാണാനുണ്ട്, GNP അറ്റ് കറന്റ് ഇൻകം. GNP അറ്റ് കറന്റ് ഇൻകം എന്ന് പറഞ്ഞാൽ കറന്റ് പ്രൈസിൽ കണക്കാക്കുന്നതാണ്. അതായത് ഇപ്പോഴത്തെ പ്രസന്റ് പ്രൈസിൽ കണക്കാക്കുന്ന വരുമാനമാണ് GNP അറ്റ് കറന്റ് പ്രൈസ്. GNP at constant price
മെഷർ ചെയ്യുന്നത് GNP ഒരു കോൺസ്റ്റന്റ് ഇയർ അല്ലെങ്കിൽ ഒരു ബേസ് ഇയറെ ആധാരമാക്കിക്കൊണ്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതാണ് GNP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്. സാധാരണയായിട്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ GNP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി അധികം. ഇത്രയൊക്കെയാണ് നമ്മൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് GNP, NNP, നാഷണൽ ഇൻകം തമ്മിലുള്ള റിലേഷൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ GNP, NNP ആൻഡ് നാഷണൽ ഇൻകം. ഇപ്പോൾ GNP, NNPയും നാഷണൽ ഇൻകവും എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച ആകെ സാധന സേവനങ്ങൾ കണക്കാക്കുന്നതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. NNP എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ, അതായത് GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ NNP. നാഷണൽ ഇൻകം, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്ത് ലഭിച്ചിട്ടുള്ള ആകെ ഏതെല്ലാം സോഴ്സിലൂടെ വരുന്ന, അതായത് ഡൊമസ്റ്റിക് കൺട്രി ആയിക്കോട്ടെ എബ്രോഡ് എന്നായാലും എല്ലാ സോഴ്സിൽ നിന്നും ലഭിച്ച വരുമാനമാണ് നാഷണൽ ഇൻകം. അപ്പൊ ഇതിന്റെ ഒരു റിലേഷൻഷിപ്പാണ് ഇത് നിങ്ങൾ പഠിക്കുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ GNP, NNP ആൻഡ് നാഷണൽ ഇൻകം. നെക്സ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. ഒരാളുടെ വരുമാനം എങ്ങനെയാണ് മെഷർ ചെയ്യുക? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, ഇതാണ് അതിന്റെ ഇക്വേഷൻ. പെർ ക്യാപിറ്റ ഇൻകം കാണാനുള്ള ഒരു ഇക്വേഷനാണ് നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. പെർ ഹെഡിന്റെ, ഒരു രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും വരുമാനമാണ് പെർ ക്യാപിറ്റ ഇൻകം. ഓരോ വ്യക്തിയും പെർ ഹെഡിന് ലഭിച്ച വരുമാനം മെഷർ ചെയ്താണ് നാം പെർ ക്യാപിറ്റ ഇൻകം കണ്ടു. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. നെക്സ്റ്റ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. 3 മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻകം മെത്തേഡ്, സെക്കൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, തേർഡ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻകം മെത്തേഡ്, വരുമാന രീതി. ദേശീയ വരുമാനം കണക്കാക്കാൻ 3 രീതികളാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. 1 വരുമാന രീതി, 2 ചെലവ് രീതി, 3 മൂല്യം കണക്കാക്കി വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള രീതി. ഇൻകം മെത്തേഡില് ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏതെല്ലാം സോഴ്സിലൂടെ ലഭിച്ചിട്ടുള്ള വരുമാനം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലൂടെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ലഭിച്ച വരുമാനം ദേശീയ വരുമാനത്തിന് തുല്യമായിട്ട് കണക്കാക്കുന്നതാണ് ഇൻകം മെത്തേഡ്. 4 ഫാക്ടേഴ്സ് ആണ് സാധാരണ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന 4 ഫാക്ടേഴ്സ് ഏതാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഈ 4 ഫാക്ടേഴ്സ് ലഭിച്ച റെമ്യൂണറേഷൻ കണക്കാക്കിക്കൊണ്ട്
നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻകം മെത്തേഡ്. ഇപ്പൊ ലാൻഡിന് കൊടുക്കുന്ന റിവാർഡാണ് റെന്റ്, ലേബർക്ക് കൊടുക്കുന്നതാണ് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് പ്രോഫിറ്റ്. ഇപ്പൊ ലാൻഡിന് റെന്റ്, ലേബർക്ക് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് ഓണ്ടർപ്രണർക്ക് പ്രോഫിറ്റ്. ഈ 4 ഫാക്ടേഴ്സിന്റെ റിവാർഡ് മെഷർ ചെയ്താൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഇൻകം മെത്തേഡ്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നെയുണ്ട്, നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു, അതായത് റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതാണ് നാഷണൽ ഇൻകം. നെക്സ്റ്റ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ദേശീയ വരുമാനം മെഷർ ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. രാജ്യത്ത് സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരുപാട് ചെലവ്, ഇൻഡിവിജ്വൽസിനുള്ള ചെലവുണ്ട്, ഗവൺമെന്റിനുള്ള ചെലവുകളുണ്ട്. ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. തേർഡ് പോയിന്റ് വാല്യൂ ആഡഡ് മെത്തേഡ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഘട്ടം ഘട്ടമായാണ് ഒരു വസ്തുവിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് ഗുഡും ഫൈനൽ ഗുഡും. ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വസ്തു ഉപയോഗിച്ച് വേറൊരു വസ്തുവിന്റെ ഉൽപാദനത്തിന് വീണ്ടും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഫൈനൽ ഗുഡ് മീൻസ്, ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റീസെയിൽ നടത്താതെ ഫൈനൽ കൺസംഷൻ, നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡാണ് ഫൈനൽ ഗുഡ്. വാല്യൂ ആഡഡ് മെത്തേഡില് പ്രൊഡക്ഷനില് ഓരോ സ്റ്റേജില് വാല്യൂ മെഷർ ചെയ്തിട്ടാണ് അതിൽ ആ പ്രോഡക്റ്റിന്റെ വാല്യൂ ഓരോ സ്റ്റേജിലും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. വീറ്റ് പ്രൊഡക്ഷൻ തന്നെ പറയാം. വീറ്റ്, ഗോതമ്പ്, നമ്മളൊരു 1 lakh റുപ്പീസിനുള്ള വീറ്റ് രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ ആകെ ഉൽപാദനം 1 lakh റുപ്പീസിനുള്ള വീറ്റാണ് ഉൽപ്പാദിപ്പിച്ചത്. ഈ വീറ്റ് ഒരു ഫ്ലോർ കമ്പനിക്കാർ വാങ്ങി അത് വീറ്റ് പൗഡറാക്കി മാറ്റുന്നു. ഈ വീറ്റ് പൗഡറിന് 1.25, അതായത് 1,25,000 രൂപയാണ് ഈ വീറ്റ് പൗഡറിന് കിട്ടുന്ന മൂല്യം. ഫസ്റ്റ് 1,00,000 രൂപയ്ക്കാണ് വീറ്റിന്റെ കണക്ക് നമ്മൾ വരുമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, രാജ്യത്തിന്റെ വരുമാനത്തിൽ ഉൾപ്പെടുത്തി. സെക്കൻഡ്, വീറ്റ് പൗഡർ ആവുമ്പോൾ 1.25 ലക്ഷമായി മാറും. അപ്പൊ മൊത്തം 2 രീതിയിൽ നമ്മൾ കണക്കാക്കുമ്പോൾ 2.25 ലക്ഷമാണ് കണക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ എത്രയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? അതിന്റെ വാല്യൂ 25,000 രൂപയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.25 ലക്ഷമാണ് നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ കണക്കിൽ വരുന്നത് എന്താണ്? 2.25 ലക്ഷം. ഇനിയും ആ വീറ്റ് പൗഡർ വീണ്ടും ഒരു ബേക്കറിക്കാർ വാങ്ങി അതൊരു 1.5 ലക്ഷം രൂപയ്ക്കുള്ള വീണ്ടും അത് വേറൊരു പ്രോഡക്റ്റായി മാറ്റുന്നു. അത് വീണ്ടും 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 അങ്ങനെ ഓരോ പ്രോസസ്സിലൂടെ വരുമ്പോൾ ഇതിന്റെ വാല്യൂ കൂടി ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഓരോ ഘട്ടത്തിലുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്തത് മാത്രമാണ് നമ്മൾ ദേശീയ വരുമാനത്തിലെ ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് വാല്യൂ ആഡഡ് മെത്തേഡ്.
ഓരോ സ്റ്റേജിലും അതായത് റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഫൈനൽ ഗുഡായി വരുന്ന ആ ഓരോ സ്റ്റേജിലും ഉള്ള അതിൻ്റെ വാല്യൂ ആണ് മെഷർ ചെയ്യുന്നത്. ഈ രീതിയിലൂടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പോൾ 3 മെത്തേഡ്സ് ആണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഇൻകം മെത്തേഡ്, സെക്കൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, തേർഡ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് പ്രിക്കോഷൻസ്. നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ ചില പ്രിക്കോഷൻസ്, കരുതൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ചിലത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്. നമ്മൾ താമസിക്കുന്ന വീട്, ആ വീട് വാടകയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് റെന്റ് കൊടുക്കുന്നുണ്ട്. റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക. അത് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സാധാരണ വാടക റെന്റിനല്ലാതെ സ്വന്തമായിട്ടുള്ള വീടുള്ളവർ റെന്റ് നൽകുന്നില്ല. എന്നാലും അത് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന്റെ വീട്ടുവാടക ഇനത്തിൽ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, അതിന്റെ പർച്ചേസും സെയിലും ദേശീയ വരുമാനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഫസ്റ്റ് ടൈമില് ദേശീയ വരുമാനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാം തവണ അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അത് ഡബിൾ കൗണ്ടിങ് ഉണ്ടാകും. അത് പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു വസ്തുവല്ല, ഓൾറെഡി അത് സെയിൽ ചെയ്തിട്ടുള്ളതാണ്, അത് ദേശീയ വരുമാനത്തിലെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സോ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എക്സ്ക്ലൂഡഡ് ഫ്രം നാഷണൽ ഇൻകം. സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലെ സാധനങ്ങൾ, കൃഷിയൊക്കെ ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതൊന്നും ദേശീയ വരുമാന കണക്കിൽ സാധാരണ ഉൾപ്പെടുത്താറില്ല. വീട്ടാവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊന്നും ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്താറില്ല. പക്ഷെ ഇത് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ആകെ സാധന സേവനങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാവുമ്പോൾ സെൽഫ് കൺസംഷന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ്, സർവീസുകളെല്ലാം ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് പോയിന്റ്, ഹൗസ് വൈഫിന്റെ സേവനം. ഒരു വീട്ടമ്മയുടെ വേതനം ദേശീയ വരുമാനത്തിലെ ഇൻക്ലൂഡ് ചെയ്യാറില്ല. എന്താണ് എന്ന് വെച്ചാൽ അത് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു വീട്ടമ്മ ചെയ്യുന്ന ജോലിയുടെ മൂല്യം മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ, ആ മൂല്യത്തിന് കണക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സാധാരണയായിട്ട് ദേശീയ വരുമാനത്തിലെ ഉൾപ്പെടുത്താറില്ല. ഒരു വീട്ടമ്മയുടെ സേവനം ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇല്ലീഗലായിട്ട് നേടിയിട്ടുള്ള സമ്പാദ്യങ്ങൾ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. സ്മഗ്ലിംഗ്, ഹവാല തുടങ്ങിയതിലൂടെ നേടിയിട്ടുള്ള വരുമാനങ്ങളൊന്നും ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്താറില്ല. അതുപോലെ ട്രാൻസ്ഫർ പേയ്മെന്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന്. അതായത് പ്രതിഫലം ഇച്ഛിക്കാതെ നൽകുന്ന വൺ സൈഡ് പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ട്രാൻസ്ഫർ പേയ്മെന്റും ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ. ഫസ്റ്റ്, നമ്മൾ സെൽഫ് ഇമ്പോസ്ഡ് ഹൗസ്, സ്വന്തം വീടിന്റെ വാടക നമ്മൾ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സുകൾ ദേശീയ വരുമാനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഹൗസ് വൈഫിന്റെ സേവനം ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇല്ലീഗലായിട്ട് നേടിയിട്ടുള്ള സമ്പാദ്യങ്ങളൊന്നും ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ലോട്ടറി, വിൻഫോൾ ഗെയിംസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ?
നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ഒരു അസൈൻമെന്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിൽ സെൻഡ് ചെയ്ത് തരാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.